Hey guys, welcome and welcome back to my YouTube channel. So guys, ഇന്നൊരു ഹെയർ കട്ട് ഡേ ആണ്. സോ ഞാൻ വിചാരിച്ച് വ്ളോഗ് ആയിട്ട് ഇടാന്ന്. ബിക്കോസ് കുറച്ച് ആൾക്കാർ ചോദിക്കലുണ്ട് ഹെയർ കട്ട് ചെയ്യുന്നത് കാണിക്കുമോ അല്ലാന്നുണ്ടെങ്കിൽ ഹെയർ കട്ട് വ്ളോഗ് ഇടുമോ എന്നൊക്കെ. സോ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് അങ്ങനത്തെ ഒരു സംഭവം എടുക്കാന്ന്. ദെൻ ആൾസോ എനിക്ക് കുറച്ചൊരു കഥ നിങ്ങളോട് പറയാനും കൂടെ ഉണ്ട്. അപ്പൊ കുറച്ച് ആൾക്കാർ ചോദിക്കലുണ്ട്, ഞാൻ ലൈവിൽ വരാന്നുണ്ടെങ്കിലും വീഡിയോ ഒക്കെ ഇടാന്നുണ്ടെങ്കിൽ കുറച്ച് ആൾക്കാർ ചോദിക്കലുണ്ട് ഹെയർ കട്ട് നെയിം എന്താണ്, അല്ലാന്നുണ്ടെങ്കിൽ ഹെയർ കെയർ ടിപ്സ് എന്തൊക്കെയാണ്, അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ ഹെയർ കെയർ ചെയ്യാറ്, ഹെയർ കെയർ ഓയിൽ ഏതാണ്, യൂസ് ചെയ്യുന്ന ഓയിൽ ഏതാണ്, പിന്നെ എന്താ ഹെയർ എങ്ങനെ കട്ട് ചെയ്യുന്നത് കാണിക്കുക, അങ്ങനെ കുറച്ച് സംഭവങ്ങൾ കുറച്ച് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. സോ ഞാൻ വിചാരിച്ച് അങ്ങനത്തെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു വീഡിയോ ആക്കിയിട്ട് ഇത് ചെയ്യാന്ന്. ബിക്കോസ് ഇന്ന് ഞാൻ ഹെയർ കട്ട് ചെയ്യാനും കൂടിയും പോവുകയാണ്. ദെൻ ഫസ്റ്റ് വരുന്ന ഹെയർ കട്ട് വീഡിയോ കാണിക്കുമോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഓൾറെഡി ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതൊരു ഡെമോ വീഡിയോ ആണ്. ബിക്കോസ് ഞാൻ അപ്പോൾ ഹെയർ കട്ട് ചെയ്യുന്നുണ്ടായില്ല, പക്ഷെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇട്ടൊരു വീഡിയോ ആണ് ഹെയർ എങ്ങനെ ഞാൻ കട്ട് ചെയ്യലെന്നുള്ളത്. അതൊരു ലെയർ കട്ട് ആണ്. ബിക്കോസ് ഞാൻ അങ്ങനെയാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും അങ്ങനെയാണ് ഹെയർ കട്ട് ചെയ്യല്. പക്ഷേ ഇപ്പൊ എന്റെ ഹെയർ ഷോർട്ട് ഹെയർ ആണ്. ഈ ഹെയർ എങ്ങനെ ഞാൻ കട്ട് ചെയ്തു എന്നുള്ളത് നിങ്ങൾ ചോദിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അതിലൊരു വലിയൊരു കഥ ഉണ്ട്. അതെന്താന്നുള്ളത് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ എല്ലാ പ്രാവശ്യം ഹെയർ കട്ട് ചെയ്യല്, ഞാൻ ആ ഒരു വീഡിയോ ഉണ്ടല്ലോ അതിന്റെ തംബ്നെയിൽ ഇവിടെ ആയിട്ട് കൊടുക്കാം. അപ്പം ആ വീഡിയോ കണ്ടോക്കാം, അപ്പൊ നമുക്ക് മനസ്സിലാവും. അതുപോലെയാണ് ഞാൻ ആ വീഡിയോയിലുള്ള പോലെയാണ് ഞാൻ ഹെയർ കട്ട് ചെയ്യല്. പക്ഷേ ഒരു തവണ ഞാൻ ഹെയർ കട്ട് ചെയ്തപ്പോൾ എന്റെ ചെറിയ അനിയത്തിന് ഇഷ്മാന്റെ ഹെയർ കട്ട് ചെയ്തപ്പോൾ ഹെയർ കുറച്ചങ്ങോട്ട് ചെറുതായി പോയി. ഞാൻ സാധാ പോലെ ചെറുതാക്കി കട്ട് ചെയ്തതാണ്. അപ്പൊ എന്റെ അമ്മ കുറെ അധികം അങ്ങോട്ട് ചൂടായിട്ടുണ്ടായിനി. ആ ഒരു സംഭവത്തിൽ ഞാൻ പോയിട്ട് എന്റെ ഹെയർ കട്ട് ചെയ്തതാണ്. കട്ട് ചെയ്തത് പറഞ്ഞാൽ ഞാൻ ഈ എങ്ങനെയാണ് ഞാൻ ഹെയർ കട്ട് ചെയ്യല് അതേപോലെ തന്നെ കട്ട് ചെയ്ത്. പക്ഷെ ഞാൻ ഓൾറെഡി ഷോർട്ട് ആയല്ലോ, അപ്പൊ ഇന്റേതും ഷോർട്ട് ആക്കാന്ന് വിചാരിച്ചിട്ട് ഞാനും പോയിട്ട് ഹെയർ അത് കട്ട് ചെയ്തിട്ടുണ്ടായി. അതായത് ഞാൻ ഹെയർ കട്ട് ചെയ്യുമ്പോൾ ഫുൾ ഹെയർ ഫ്രണ്ട് കിട്ടിയിട്ട് നമ്മൾ ഈ താടിന്റെ താഴായിട്ടാണ് കട്ട് ചെയ്യല്. അപ്പോൾ ഇത് വൃത്തിക്ക് കിട്ടുള്ളൂ. ഞാൻ ഇത് കുറച്ച് മേലൊക്കെ കയറ്റാൻ കട്ട് ചെയ്തു. അപ്പൊ ഉണ്ടായത് എന്താ വെച്ച് കഴിഞ്ഞാൽ എന്റെ ഹെയർ ഫുള്ള് കുഞ്ഞേ കട്ടായിട്ട് മാറി. എന്ന് ഞാൻ വൃത്തിക്ക് കട്ട് ചെയ്തത് അന്ന് മാത്രം അങ്ങോട്ട് നല്ല വൃത്തികേട് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാനൊക്കെ ഭയങ്കര ഇടങ്ങാറായിരുന്നു. അതിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ അവിടെ ഒക്കെ ആയിട്ട് കൊടുക്കാം. എൻ്റെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാവും, ഞാൻ മുമ്പത്തെ വ്ളോഗിലൊക്കെ എടുത്തിട്ടുണ്ടാവും. സോ അതൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. അപ്പൊ നമുക്ക് മനസ്സിലാവും എത്രത്തോളം വൃത്തികേടായിരുന്നു എന്നുള്ളത്. ദെൻ അതിന് ശേഷം ഞാൻ പറഞ്ഞില്ല അങ്ങനെ വൃത്തികേടായിട്ടുണ്ടായി എന്റെ ഹെയർ. അപ്പം കുറച്ച് കാലം അങ്ങനെ നടന്നപ്പോഴത്തേക്ക് എന്റെ ഫ്രണ്ടിലത്തെ കുറച്ച് ബാങ്ക്സ് അധികം ഉണ്ടായിരുന്നു. ആ ബാങ്ക്സ് ഒക്കെ കുറച്ച് ലെങ്ത് വെക്കാൻ തുടങ്ങി. പക്ഷെ ബാക്കിൽ രസം ഉണ്ടായിരുന്നു, ഒരു ആംഗിൾ നോക്കുമ്പോൾ രസം ഉണ്ടെന്നുണ്ടെങ്കിലും പക്ഷെ ലെങ്ത് പല ലെങ്ത്തിലേനു. അപ്പൊ ഞാൻ വിചാരിച്ച് ഞാൻ ഹെയർ ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കണം, ഹെയറിൽ പുതിയ ഹെയർ കട്ട് പരീക്ഷിക്കണം എന്നൊക്കെ ഉള്ള ഒരു മൈൻഡ് സെറ്റിലേനു അന്ന്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഞാൻ വിചാരിച്ച് എല്ലാ ഹെയറും ഒരേപോലെ വളരണല്ലോ, അപ്പൊ അതിന് വേണ്ടിട്ട് ഹെയർ ഷോർട്ട് ആക്കാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ ഹെയർ ഷോർട്ട് ആക്കിയതാണ് ഇപ്പൊ നിങ്ങൾ കാണുന്ന എന്റെ ഹെയർ. അതിന്റെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ കൊടുക്കാം. ഇങ്ങനെയാണ് എന്റെ ഹെയർ ഇങ്ങനെ ആയത്. അപ്പൊ അത് ഞാൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് കട്ട് ചെയ്യാൻ മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഫ്രണ്ടിൽ വന്നിട്ടുള്ള ബാങ്ക്സും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഞാൻ ആദ്യം കട്ട് ചെയ്തത് കുറച്ച് വലുതായപ്പോ അത് നല്ല ഭംഗിയിൽ വന്നതാണ്. എനിക്കിപ്പോ കാണുന്നത് നല്ല ഇഷ്ടമാണ്. ഇപ്പൊ ഹെയർ കാണുമ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഇത് കട്ട് ചെയ്ത് നല്ല വൃത്തിണ്ട് ഭംഗിയുണ്ട് എന്നൊക്കെ പറയലുണ്ട്. സോ അതാണ് എന്റെ ഈ ഒരു ഹെയർ കട്ട്. അതിന്റെ ഷോർട്ട് ഹെയർ കട്ട് എങ്ങനെ വന്നു എന്നുള്ളതിന്റെ ഒരു ജേണി. ദെൻ ഇപ്പൊ ഞാൻ വിചാരിച്ച് നമുക്കൊരു ന്യൂ ഹെയർ കട്ട് ട്രൈ ചെയ്യാം. ന്യൂ ഹെയർ കട്ട് അല്ല, എന്റെ ഫ്രണ്ടിലത്തെ ബാങ്ക്സ് ഒക്കെ നോക്കിയാൽ മനസ്സിലാവും അത്യാവശ്യം നല്ല ലെങ്ത് വെച്ചിരിക്കണ്. അപ്പൊ ഞാൻ വിചാരിച്ച് കുറച്ചും കൂടി മീൻസ് ലെങ്ത് കുറക്കാം, ഒരു ബാങ്ക്സ് ആയിട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുന്ന പോലത്തിൽ ആക്കാന്ന് വിചാരിച്ചു. സോ അങ്ങനെയാണ് ഞാൻ ഇപ്പൊ പുതിയ ഹെയർ കട്ട് ട്രൈ ചെയ്യാന്ന് വിചാരിച്ച് നിൽക്കുന്നത്. ദെൻ പിന്നെ ചോദിച്ചിട്ടുള്ള ഹെയർ കെയർ ടിപ്സ് അല്ലെങ്കിൽ ഹെയർ എങ്ങനെ കെയർ ചെയ്യല്. ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ ഹെയർ കെയർ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരാളല്ല. പക്ഷെ ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ഓയിലാണ് യൂസ് ചെയ്യല്. എനിക്കാണ് ഞാൻ ഹോസ്റ്റലില് സെക്കൻഡ് ഇയർ, അതായത് മീൻസ് കോളേജ് പഠിക്കുമ്പോൾ സെക്കൻഡ് ഇയർ തുടങ്ങിയിട്ടാണ് ഞാൻ ഈ ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്യൽ തുടങ്ങിയത്. ജെനുവിൻ ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ എനിക്ക് ഹെയർ ഫാൾ ഓൾറെഡി അതുള്ള ഒരാളാണ്. ഹെയർ ഫാൾ ഉണ്ട്, ഇപ്പോഴും ഉണ്ടാവലുണ്ട്. ദെൻ എന്റെ ഹെയർ എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് കളർ ആയില്ല ആദ്യം, ഒരു എന്താ പറയുക ഒരു കാപ്പി കളർ ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു കളറായിരുന്നു. പക്ഷെ അതിന്ന് ബ്ലാക്ക് ആവാൻ ഈ ഒരു ഹെയർ ഓയിൽ നല്ല ഹെൽപ്പ് ചെയ്തിരിക്കണ്. പിന്നെ എന്റെ ഹെയർ ഓൾറെഡി കുറച്ചൊക്കെ ഒരു സ്മൂത്തി ടൈപ്പാണ്, ഒരു മീൻസ് അത് കണ്ടാൽ മനസ്സിലാവും അങ്ങനത്തെ ഒരു ടൈപ്പ് ഓൾറെഡി ആണ്. പിന്നെ ഇത് യൂസ് ചെയ്തിട്ട് മാറിയെന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റ് അറിയില്ല. പക്ഷെ എന്നാലും ഇത് യൂസ് ചെയ്തതിന് ശേഷം എന്റെ ഹെയറിന്റെ കളർ ചേഞ്ച് ആയിരിക്കും. പക്ഷെ കൺസിസ്റ്റന്റ് ആയിട്ട് ഞാൻ ഈ ഒരു ഹെയർ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അത് ഏതാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതാണ് ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആ ഹെയർ ഓയില്.
നിങ്ങൾക്ക് പേര് മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് പാരച്യൂട്ടിന്റെ ആയുർവേദിക് കോക്കനട്ട് ഹെയർ ഓയിലാണ്. ഇതിന് ഇത്രയും ഹൈപ്പ് കൊടുക്കാൻ മാത്രം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ബിക്കോസ് എനിക്കറിയത്തില്ല. എനിക്ക് വർക്കിംഗ് ആയിക്കുണ്ടോ ഹെയറിന്റെ കളർ ഇമ്പ്രൂവ് ആവാനും. പിന്നെ ഇത് ഞാൻ ഇങ്ങനെ കാണിക്കാൻ കാരണം ഇത് വലിയ ഹൈപ്പ് തരാൻ വേണ്ടിയിട്ടല്ല. പക്ഷെ എന്നോട് ചോദിച്ച് കുറച്ച് ആൾക്കാർ ഹെയർ ഓയിൽ കാണിക്കുമോന്ന്. അങ്ങനെ ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഹെയർ ഓയിൽ കാണിക്കുന്നത് കേട്ടോ. ഇത് ആയുർവേദിക് ആണ്. ഇതിന്റെ സ്മെല്ല് ഭയങ്കര അടിപൊളി സ്മെല്ലാണ്. ഒരു അഡിക്റ്റീവ് സ്മെല്ല്. എനിക്കിത് സ്മെല്ല് ഭയങ്കര ഇഷ്ടം. ആര് തേച്ചാലും അറിയും ഈ ഒരു ഹെയർ ഓയിൽ തേച്ചിക്കണെന്നുള്ളത്. സോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. എനിക്ക് പ്രത്യേകിച്ച് ഹെയർ കെയർ ടിപ്സും കാര്യങ്ങളൊന്നും ഫോളോ ചെയ്യുന്ന ആളല്ല ഞാൻ. സോ ഞാൻ വിചാരിച്ചു ഇനി നമുക്ക് ഹെയർ കട്ട് ചെയ്യാന്ന്. സോ നമുക്ക് കട്ട് ചെയ്യാം. ഞാൻ യൂട്യൂബിലൊരു വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു സംഭവം ട്രൈ ആക്കാൻ പോകുന്നത്. ഫസ്റ്റ് ടൈമാണ് ഫ്രണ്ട് ബാങ്ക്സ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. ഫ്രണ്ട് ബാങ്ക്സ് ആയിട്ട് ഒറ്റക്കായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. അതിന് മുമ്പ് ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞില്ല ഞാൻ കട്ട് ചെയ്യലുണ്ട്. സോ കുറച്ച് എക്സൈറ്റ്മെന്റ് അല്ല, കുറച്ച് ടെൻസ്ഡ് ആണ്. ഇതും കൊളാവുന്നു. പക്ഷെ എനിക്ക് വിഷയമല്ല. ഹെയറിൽ എന്ത് പരീക്ഷണങ്ങൾക്കും ഞാൻ എപ്പോഴും റെഡിയാണ്. അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. സോ ഞങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെ കട്ട് ചെയ്യണമെന്നുള്ളത്. ഞാൻ ഓൾറെഡി വീഡിയോയിൽ നോക്കി പഠിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. സോ കാണിച്ചു തരാം. ആ വീഡിയോയിൽ പറയണത് ഫസ്റ്റ് നമ്മളെ ഇവിടെ ഉണ്ടല്ലോ, എൻ്റെ ചീർപ്പുണ്ട് കയ്യിൽ. ഫസ്റ്റ് ഇവിടെ ഒരു ത്രികോണം പോലെ ഹെയർ എടുത്തിട്ട് ഫ്രണ്ടൊക്കെ ഇടുക. ഞാൻ ബാക്ക് ക്യാമറയിൽ വീഡിയോ എടുക്കണോണ്ട് എനിക്ക് ഇന്നെ തന്നെ കാണുന്നില്ല. സോ ഞാനത് കണ്ണാടിയിൽ നോക്കിയിട്ട് എടുത്തിട്ട് വരാം. എന്നിട്ട് നിങ്ങൾക്ക് ബാക്കി കാണിച്ചു തരാണ്ട് പറഞ്ഞുതരാം. എനിക്കും എക്സൈറ്റ്മെന്റ് ഉണ്ട്. തന്നെ ആൾസോ പേടിയുണ്ട് കൊളാകുമോ എന്നുള്ളത്. പക്ഷെ ട്രൈ ചെയ്ത് നോക്കാം. കൊളായ എന്താ മുടിയല്ലേ വളരും, അത്രയുള്ളൂ, നിസ്സാരം. ഫസ്റ്റ് ഈ ഒരു പോർഷൻ പോലെ, അതായത് ഒരു ത്രികോണം പോലെ, ഇതിൻ്റെത് പ്രോപ്പർ ത്രികോണം ആയില്ല. പക്ഷെ എന്നാലും ഇതുപോലെ ഫ്രണ്ടിന്ന് ഈ ഒരു പോർഷനിന്ന് ഹെയർ എടുത്തിട്ട് ഇങ്ങനെ ഫ്രണ്ടിൽ ഇടുന്നു. ദെൻ ഈ ഒരു ഭാഗമല്ല ഹെയർ നമുക്ക് കെട്ടി വെക്കാം. ദെൻ അതിന് ശേഷമാണ് നമ്മൾ ഹെയർ കട്ട് ചെയ്യാൻ പോകുന്നത്. ഞാൻ ബാക്ക് ക്യാമറ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് കാണൂല എങ്ങനെയാണ് എടുക്കുക എന്നുള്ളത്. സോ ഞാൻ കണ്ണാടിയിൽ നോക്കിയിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് ഈ സംഭവം ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഫ്രണ്ടിൽ ഇടുക. ദെൻ ബാക്കിയുള്ള ഹെയർസ് ഒക്കെ കെട്ടി വെക്കുക. അതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. ഈ ഹെയർ ഞാൻ അതവിടെ ഇങ്ങനെ കെട്ടി വെച്ചു. ദെൻ ഇത് നമുക്ക് സെൻറ്ററിൽ 2 പോർഷൻ ആക്കണം. 2 പോർഷൻ ആക്കിയിട്ട് ഒന്ന് ഇങ്ങോട്ട് വെക്കണം. എന്നിട്ടാണ് നമ്മൾ ഈ ഒരു പോർഷനിൽ വെച്ചിട്ട് കട്ട് ചെയ്യാൻ പോകുന്നത്. സോ സെൻറ്റർ പോർഷൻ എടുക്കുക. ഞാൻ പറഞ്ഞില്ല ഞാൻ ക്യാമറയെ നോക്കിയിട്ടല്ല, മീൻസ് ക്യാമറ ബാക്ക് ക്യാമറയിലാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് എനിക്ക് കാണത്തില്ല. സോ ഞാൻ കണ്ണാടിയിൽ നോക്കിയിട്ട് റെഡി ആക്കിയിട്ട് അങ്ങോട്ട് വരുന്നത്. സോ ഞാൻ ഓൾറെഡി ഇവിടെ ഇത് കെട്ടി വെച്ചു. ഞാൻ ഇത് സെൻറ്റർ പോർഷൻ ആക്കണം. ദെൻ ഒരു പോർഷൻ ഇങ്ങോട്ടും ഒരു പോർഷൻ ഇങ്ങോട്ടും എടുത്ത് വെക്കണം. അതാണ് നമ്മൾ നെക്സ്റ്റ് പരിപാടി. അതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്യുക. ഇതുപോലെ സെൻറ്ററിൽ 2 പോർഷൻ ആക്കിയിരിക്കണം. ഇനി നെക്സ്റ്റ് പരിപാടി വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ കുറച്ച് നെർവസ് ആണ്. പഠിച്ചോനെ ഇതങ്ങനെ കൊളായി കഴിഞ്ഞാൽ എനിക്ക് ടെൻഷനൊന്നും ഇല്ല. കൊളായി കഴിഞ്ഞാൽ നമ്മൾ ഹാൻഡിൽ ചെയ്തു. ഇതിലും വലുത് നമ്മൾ ഹാൻഡിൽ ചെയ്തതാണ്. സോ ഇത് ഇങ്ങോട്ടാക്കുക. ദെൻ ഇത് ഇങ്ങോട്ടാക്കുക. ദെൻ ഇവിടെ വെച്ചിട്ട് ഈ ഒരു ലെങ്ത്തിൽ നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കുക. ദെൻ ഇത് ഇവിടെയും കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെയാണ്. സോ നമുക്ക് ഇതിങ്ങനെ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കയ്യിൽ നിന്ന് പോണീന് പിൻ ചെയ്ത് ഈ ഒരു സംഭവം കുത്തി കൊടുത്തതാണ്. ദെൻ നമുക്ക് ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്യാം. ഇത് ഞാൻ കാണാതെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഹെയർ കൊള്ളാവും. സോ ഞാൻ കണ്ണാടിയിൽ പോയിട്ട് കട്ട് ചെയ്യുന്നത് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഈ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്തിട്ടാണ്. അതായത് നമ്മൾ ഈ താടിൻ്റെ ഈ ഒരു ഭാഗം ഈ സ്ലോപ്പ് ഉണ്ടല്ലോ, ആ ഒരു സ്ലോപ്പിന് ഇതിൽ കട്ട് ചെയ്യുക. അത് ഞാൻ കട്ട് ചെയ്ത് ദെൻ ഇനി ഇവിടെയും കൂടി ഉണ്ട്. ഇവിടെ അതേപോലെ തന്നെ ഈ ഒരു സ്ലോപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഇതിൽ കട്ട് ചെയ്യുക. ദെൻ ഫ്രണ്ടിക്ക് ഇടുക, ലെവൽ ചെയ്യുക. ഇത്രേ ഉള്ളൂ. ഞാൻ ഇതും കൂടെ കട്ട് ചെയ്തിട്ട് വരാം. എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. കൊള്ളാവില്ല, ശുഭാപ്തി വിശ്വാസത്തോടെ ഞാൻ കട്ട് ചെയ്ത് തുടങ്ങുന്നു. ഇതെന്തായാലും കയ്യിൽ നിന്ന് പോയി. അടുത്തത് നമുക്ക് നോക്കി നോക്കാം. ഓ മൈ ഗോഡ്, 2 സൈഡും കട്ട് ചെയ്തിട്ടാ. ഇത് ഈ സൈഡ്. ദെൻ ഇത് ഫ്രണ്ടിക്ക് ഇടുക. ദെൻ ഇനി നമുക്ക് ഇതെന്തൊക്കെ ആയിരുന്നു എനിക്കറിയില്ല. എനിക്ക് കാണുന്നില്ല. ഒന്നാമത് ഞാൻ പറഞ്ഞ ബാക്ക് ക്യാമറ ആയതുകൊണ്ട് എനിക്ക് കാണുന്നില്ല. ദെൻ ഇത് നമുക്ക് ഇനി ലെവൽ ചെയ്ത് കൊടുക്കാണ്ട്, ഒരു സ്ലോപ്പ് പോലെ ലെവൽ ചെയ്ത് കൊടുക്കാണ്ട്. ഞാൻ വീഡിയോയിൽ കണ്ടത് അങ്ങനെയാണ്. സോ നമുക്കിത് ഒന്ന് ചീകിയിട്ട് ഇത് ലെവൽ ചെയ്ത് കൊടുക്കാം. എനിക്കറിയില്ല അതെന്തൊക്കെ ആവാൻ പോകുന്നുള്ളത്. പക്ഷെ എനിക്കൊരു വിഷയമല്ല, നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊന്നും എനിക്കൊരു വിഷയമേ അല്ല. സോ ഇത് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇതാണ് ഞാൻ കട്ട് ചെയ്ത മുടി. ഞാൻ വീഡിയോയിൽ നോക്കിയിട്ട് കട്ട് ചെയ്യാത്ത എന്താ വെച്ച് കഴിഞ്ഞാല് ഇത് ബാക്ക് ക്യാമറ ആണ്. ഫ്രണ്ട് ക്യാമറ ആക്കി കഴിഞ്ഞാൽ ഇത്ര ക്ലാരിറ്റി കിട്ടൂല. അതാണ് ടൈം. ജസ്റ്റ് ഒന്ന് ചീകിയിട്ട് നമുക്ക് ലെവൽ ചെയ്യാം. സാധനം ഉപയോഗിച്ചിട്ട് അത് കട്ട് ചെയ്യണത്. ദെൻ
ഇനി നമുക്ക് ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എവിടെയാണ് കട്ട് ചെയ്യേണ്ടതെന്നുള്ളത്. സോ അതിനനുസരിച്ചിട്ട് കുറച്ച് വൈഡാക്കി പിടിക്കണതാവും ബെറ്റർ ആവുക. ബിക്കോസ് അപ്പോഴേ നമുക്ക് കറക്റ്റ് മനസ്സിലാവുള്ളൂ അതിൻ്റെ ആ ഒരു സ്ലോപ്പ് ഉണ്ടല്ലോ അത്. ഞാൻ കട്ട് ചെയ്തു. ഇനി നമുക്ക് ഈ ഹെയർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അടിപൊളിയാവും. എങ്ങനെ കട്ട് ചെയ്തത് എത്രത്തോളം എഫക്റ്റീവ് ആയിരിക്കും നമുക്കപ്പോൾ മനസ്സിലാക്കാം. ഞാനും ഇത് കണ്ടില്ല. സോ നമുക്ക് സെറ്റാക്കി എടുക്കാം ഹെയർ. ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇത്രത്തോളം വൃത്തിക്ക് വരുന്നത് വിചാരിച്ചില്ല. എനിക്ക് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഞാൻ പറയേണ്ടത് റെഡിയാവോ. എനിക്ക് ടെൻഷൻ നമുക്കില്ല. ബിക്കോസ് മുടിയാണ് വളരും, അതൊക്കെ അറിയാം. പക്ഷെ എന്നാലും ഒരു സംഭവം ഉണ്ടെങ്കിൽ പക്ഷേ അപ്പോഴാണ് കണ്ണാടിയിൽ നോക്കി ഇതൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്ത്. ഇത് നല്ല രസമുണ്ട്. ഇതാണ് ഈ ഭാഗത്ത് ഞാൻ കട്ട് ചെയ്തത്. ഈ ഫ്രണ്ട് ബാങ്ക്സ് ഇതാണ്. ഇത് ഇൻ്റെത് പോയിരുന്നത് ഈ ലെങ്ത്തിൽ വരെ എത്തി. ഈ ലെങ്ത്ത് എത്തിക്കഴിഞ്ഞാൽ ഒരു വൃത്തി ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ അപ്പോൾ എപ്പോഴും എനിക്ക് ഫോർഹെഡ് കുറച്ച് കൂടുതലായതുകൊണ്ട്, അതായത് കയറി നെറ്റി ആയതുകൊണ്ട് എനിക്ക് രസമായിട്ട് എനിക്ക് തോന്നിക്കണേ. ഇവിടെ ഫ്രണ്ടിക്ക് ഹെയർ ഇടുന്നതായിട്ട് രസമായിട്ട് തോന്നിക്കണേ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കട്ട് ചെയ്യാൻ കാരണം. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഒരു ഹെയർ കട്ടിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ട് ധൈര്യമായിട്ട്. ബിക്കോസ് ഇത് രസമുണ്ട് കാണാൻ. രസമുണ്ട് മീൻസ് നമ്മൾ ഫ്രണ്ട് ബാങ്ക്സ് ഒക്കെ ഇങ്ങനെ ഓപ്പൺ ഹെയർ ആക്കിയിട്ട് ഇടുമ്പോൾ രസത്തിൽ വേണം എന്നുണ്ടെങ്കിൽ ഇതൊരു നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ബിക്കോസ് ഞാൻ ഫ്രണ്ട് ഹെയർ മാത്രമായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടില്ല. അധികം എൻ്റെ ഒരു ഓർമ്മ വെച്ചിട്ട് കട്ട് ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഐ ലൈക്ക് ദിസ് ടു മച്ച്. നല്ല രസമുണ്ട് കാണാൻ സംഭവം. എൻ്റെ ഈ ഒരു എന്താ പറയുക, ഇത് കുറേ ലെങ്ത്ത് വെച്ചിന് ഹെയർ. അതുകൊണ്ട് തന്നെ ഈ ഫ്രണ്ടത്തെ ഈ ഒരു ലെങ്ത്തിലുള്ളത് ഒന്നും ഇല്ലേ ഇനി. അപ്പോൾ പെട്ടെന്ന് ഇതൊന്ന് കണ്ടപ്പോൾ സംഭവം നല്ല സെറ്റായി. എനിക്ക് കണ്ണാടിയിലൊക്കെ നോക്കിയപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കിക്കോളും. പിന്നെ അസ്നാഷറിൻ CH ഒപ്പൻ സംഭവം നല്ല രസമുണ്ട്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഷോ ഒക്കെ ആവാം. സോ ഗൈസ്, ഫ്രണ്ടിൽ ഇങ്ങനെ ബാങ്ക്സ് ഒക്കെ കട്ട് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇത് വർക്കിംഗ് ആണ് കേട്ടോ. നല്ല വൃത്തിയുണ്ട് കാണാൻ വെട്ടി കഴിഞ്ഞിട്ട്. സോ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൾസോ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള വേറെ വീഡിയോ പിന്നെ ബൈ ബൈ.